എടാ എന്തുവാടാ കൊച്ചു പിള്ളേർക്കുള്ളതിലൊക്കെ കേറി കളിക്കുന്നത്? എന്തുവാ അതില്? ഇവനിവിടെ പതുങ്ങി പതുങ്ങി കളിക്കുന്ന ഇവിടെ വേഗം കേറാൻ വേണ്ടിയാണ്. 25 വയസ്സ്. കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. വാസന്തി വാസന്തി എന്റെ ചേട്ടൻ വന്നടി. എടാ നീ ഇത് ചെയ്തിട്ടുണ്ടാടാ അമ്പു പില്ലും? ഇബ്രാണി വിരൽ 4 തള്ള വിരൽ മടക്കി നേരെ തിരിച്ച് ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. എന്താ ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്നത്? ഉച്ചക്കിരുന്നോളം വിമാനാണ്. ദൈവമേ, അംഗത്തിന് പോവേ, തിരിച്ചതുപോലെ വരണേ, പെട്ടുകൊണ്ട് ചാവല്ലേ. അപ്പൊ പോവാല്ലേ? ഓക്കെ. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നേ. ഇതുപോലത്തെ വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോടാ? ബാദറിന് പറയടാ. എടാ താടിക്കാരൻ നിന്നോടാ ചോദിച്ചത്. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. വൃത്തിയായിട്ടോ ഉമ്മ വെച്ച് കളിക്കുന്ന. എടാ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടിയില്ല? ഈ പബ്ലിക് സ്ഥലത്താണ് നിങ്ങള് ഈ കുറുമ്പ്? കഴിഞ്ഞ ദിവസം മല്ലയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച് ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ. ഇന്ന് നമ്മുടെ സ്റ്റാൻലി അങ്കിളുടെ ബർത്ത്ഡേ ആണ്. എല്ലാരും വിഷ് ചെയ്യൂ. അങ്കിൾ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അതിന്റെ ചെറിയൊരു സെലിബ്രേഷൻ. കേക്ക് എല്ലാം കേക്കാണ്. ചേർന്ന് കട്ടിയല്ലോ. ഹാപ്പി 66. ശരിക്കും ഗൈസ്, അപ്പൊ നമ്മള് Day 2 ഇൻ ട്രിവാൻഡ്രമാണ് ഇന്ന്. എന്താ പറയാനുള്ളത്? താങ്കൾ പറയല്ല, ഞാൻ മുഖം കഴുകാണ്. ഞാനിപ്പോ നീച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് വാട്ടർ തീം പാർക്ക് അങ്ങനെയൊക്കെയാ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായി ഇവിടെ അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പൊ പുള്ളി വന്നിട്ട് ഇപ്പൊ വേറെ ഡേറ്റ് കഴിച്ചിട്ട് ഞാൻ റെഡി ആയിട്ടില്ല. അപ്പൊ ഞങ്ങൾ റെഡിയാവാൻ കുറച്ച് സമയം എടുക്കും. ബാക്കി എല്ലാവരും റെഡി ആവുന്നുണ്ട്. ഐ മീൻ സാബു, അതുപോലെ സച്ചു, അമ്മ, അച്ഛൻ ഒക്കെ. നമ്മളാണ് കുറച്ച് ലേറ്റായി എണീച്ചത്. സോ ഞങ്ങൾ റെഡി ആവട്ടെ, ബാക്കിയെല്ലാം പിന്നെ കാണിക്കാം. ഓക്കെ, നമ്മളിവിടെ എത്തി. നമ്മുടെ Day 2 ബോട്ടിംഗ് ആയിട്ടാണ് തുടങ്ങുന്നത്. ചേട്ടൻ നമുക്കെല്ലാം വെയിലുള്ളതുകൊണ്ട് വലിയ സുഖമൊന്നും. നമ്മളെല്ലാവരും ഓൾ സെറ്റ്. എന്താണ് എനിക്ക് തോന്നുന്നു നമ്മളെ വെയിറ്റ് ചെയ്യാണ്. പഠിപ്പിക്കാൻ നോക്കി ഒന്നും വിടാതിരിക്കണുണ്ട്. ഓട് വൺ ഔട്ട്. ഇവന് നീന്താൻ അറിയാം, അതുകൊണ്ട് ഇവന് മെറൂൺ കൊടുത്ത്. അപ്പൊ ഫുള്ള് വെറുതെ പറഞ്ഞാറില്ലേടാ. നിന്നെ തന്നെ അത് ഒറിജിനൽ കൊക്കായിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. മടിയൻ. അതെന്നാലും അങ്ങനെ നിക്കുന്നത്. അതിന്റെ തല പ്ലാസ്റ്റിക് മീനെ പിടിക്കാൻ നിൽക്കുകയാണ്. വേറൊരു കിങ് ഫിഷർ ഉണ്ട് അവിടെ. കിങ് ഫിഷർ ഉണ്ട്. ഓ, എല്ലാരും ഉണ്ട്. ഇതെല്ലാം കഴിയുമ്പോ നമ്മളിനി എങ്ങോട്ടേലും
മുമ്പ് എന്ത് വന്നാലും എത്തണം. എപ്പോഴാണ് ഉച്ചഭക്ഷണം? 10:30 ഉച്ചയ്ക്ക്. ഓക്കെ. ഇതിന്റെ ഉള്ളിൽ വരണമെങ്കിൽ വണ്ടിയൊന്നും വരത്തില്ല. ബോട്ടിൽ പിക്കപ്പ് ഡ്രോപ്പ് ബോട്ടിൽ ചെയ്യുള്ളൂ. അതിന്റെ ഫ്ലോട്ടിംഗ് റൂംസ് ഉണ്ട്. ഒരു 12 റൂംസ് ഉണ്ട്. ഫ്ലോട്ടിംഗ് ആണ്. ഇവരുടെ അല്ലാതെ കരയിൽ വേറെ റൂംസ് ഉണ്ട്. റൂംസ് ഉണ്ട്. 45 റൂംസിന് മേലെ കരയിലുണ്ട്. നമ്മള് ചേട്ടനോട് നമ്മുടെ ഏറ്റവും സ്ലോ എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ ഈഗോ ഹർട്ടായിട്ട് ചേട്ടൻ സ്പീഡ് കൂട്ടി. ഇപ്പൊ നമ്മളാണ് ഇവിടെ നല്ല സ്പീഡിൽ പോകുന്നത്. ഓ വല്ലാതെ. പക്ഷെ അധികം മലയാളികളെല്ലാം തോന്നുന്നു. തമിഴാ. ഒരു കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാം. നിനക്ക് ചായയാണോ? ചായ നിർബന്ധമാണ് എവിടെ ചെന്നാൽ. ഇവക്ക് വലിയൊരു കപ്പ് ചായയാണ്. ചെമ്പ് പോലത്തെ കപ്പിലാ ചായ കുടിക്കുന്നത്. പാത്രത്തിലാണ് ഇത് പിന്നെ പ്രോട്ടീൻ ജ്യൂസ്. എടാ പ്രോട്ടീൻ ജ്യൂസ്. പ്രോട്ടീൻ ജ്യൂസ് ഇല്ലടാ. വെജിറ്റബിൾസ് അരച്ച് കുടിക്കാം. വേണ്ട, നീ ഒറ്റ ഇവിടെ അത് കിട്ടൂലല്ലോ. പിന്നെ ഇവിടെ മോനെ ABC ജ്യൂസ്. ഉറങ്ങാനും മാത്രം തിന്നാ ഉറങ്ങുക. വേറൊന്നും പറയുമ്പോ ഫൈനലി നമ്മൾ ഗോഗോ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്തെത്തിട്ടോ. നോക്കണം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഞാനും അമ്മയും അങ്കിളും മാത്രമേ നടന്നെത്തിയുള്ളൂ. ബാക്കി എല്ലാവരും ഇങ്ങനെ ആമ വരുന്നുണ്ട്. നോക്കാം. ഹോപ്പ് ഇറ്റ് വിൽ ബി ഗുഡ്. ഇവിടെ ചെറിയ മക്കളെ സ്കൂളിൽ വന്നിട്ടുണ്ട്. ടൂർ വന്നാണെന്ന് തോന്നുന്നു. എന്താ മോളെ ഇവിടെ എത്താത്തത്? ഓ ഞാൻ പേടിച്ചു. അതൊക്കെ ഞങ്ങൾ ആദ്യം കണ്ട്. നിങ്ങളാണ് ഇവിടെ നേരത്തെ എത്താത്തത്. വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്ത് കൊടയൊക്കെ ചൂടി സുഖിച്ച് വരെയല്ലേ. ഞാൻ വെയിൽ കൊണ്ട് വന്നോണ്ട് ഞാൻ സ്പീഡിലെത്തി. ഇവിടെ ജാക്കറ്റ് ഒക്കെ എന്താ ഹിമാചൽ പ്രദേശിലാണോ? 40 ഡിഗ്രി. എന്തായാലും ഫണ്ണായിരിക്കും. എന്താ നമ്മൾ കുറെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കും. ഇവിടെ കുറച്ച് വാട്ടർ. ഫൈനലി കഴിക്കാൻ പോകുമ്പോ മാത്രം കാണുന്ന ഉഷാറാണിത്. അപ്പൊ ഒരു സന്തോഷം. ഇതാണ് ഹാപ്പിയസ്റ്റ് പാർട്ട് ഓഫ് ദ വ്ലോഗ്. കഴിപ്പ്. ഓ പന്തം വിടല ഒരു കുറവ്. ബാത്റൂമിൽ പോണം, അർജന്റ് ആണ് ഗൈസ്. ഞാൻ എന്റെ പരിപാടികൾ ഒന്നും ചെയ്തിട്ടില്ല. എന്താ ലച്ചി ഒന്നും ഉണ്ടാവൂല. നീ ആരാ? അവിടെ അമ്മ. ആഹാ ശരി. ഇവിടെ നീ ആരാണ്? ഷാബുവിന്റെ തലയിൽ കാക്ക തോന്നി ഗൈസ്. നോക്ക് അവന്റെ എടാ കുറച്ചുകൂടെ ടിഷ്യൂ ഉണ്ടോ? അയ്യോ എടാ പോയ വെള്ളത്തിൽ ചാടിക്കോ. ഇത് ചാടേണ്ടി വരും കേട്ടാ. അവന്റെ ലൈഫിലൊരു ആഗ്രഹമായിരുന്നു ഒരു കാക്കത്തിന്റെ തലയിൽ. നീ ഇന്ന് പറഞ്ഞതേ ഉള്ളു രാവിലെ കാക്ക നൂറിന്റെ കാര്യം. പാവട്ടാ. എടാ എനിക്കെന്തോ ഇങ്ങനെ തോന്നിയോ ഇങ്ങനെ എന്തോ ഞാൻ എന്തോ ഞങ്ങള് പിന്നെ ഈ ഒരു ഇതിലൊക്കെ പോയി കൊറേ ചാടയൊക്കെ ചെയ്തു. അടുത്തെന്താ നോക്കട്ടെ. എടാ എന്തുവാടാ കൊച്ചു പിള്ളേർക്കുള്ളതിലൊക്കെ കേറി കളിക്കുന്നത്? എന്തുവാ അതില് 25 നിനക്കെന്തോ കൊച്ച നീയാ? പോ അമ്മച്ചി. മാട് പോലെ വളർന്നത്. അയ്യോ ഇത് ഇവനിവിടെ പതുങ്ങി കളിക്കുന്ന ഇവിടെ വേഗം കേറാൻ വേണ്ടിയാണ്. കേറടാ. 25 വയസ്സ്.
എന്ന് പറഞ്ഞിട്ട് മുതുക്കന്മാര് കേറി കളിക്കും. അമ്മ വാ വാ വാ. ആ നീ പോയിട്ടില്ലേ? പോയിന്നത് മുറിഞ്ഞില്ല. കാല് മേലെ കിട്ടൂലേ? മുറുക്ക വെക്കണോട്ടെ, കാലടിക്കും. കാലുകൾ എടുത്ത പോലെ എടുക്കാൻ കണക്ക് വെട്ടി അല്ല എടാ എങ്ങനെയാണ് നമ്മള് പെട്ടെന്ന് വീണ് പോയത്? ഇതിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ആയി. ആണല്ലേ? എടാ നീ ഇത് ചെയ്തിട്ടുണ്ടാ അമ്പുപില്ലും? എടാ നല്ല പ്രതീക്ഷയാണ് ഏട്ടാ. എടാ നമ്മുടെ വില കളയരുത്. എടാ എടാ കൊള്ളാടാ. എടാ സത്യത്തിൽ കൊള്ളാം. എടാ എടാ അകത്ത് കേറിയല്ലോ. അകത്ത് കേറി. വീഡിയോ എടുക്കാൻ മറന്നുപോയി. പക്ഷെ അതാ നമ്മുടെ കോച്ച് 7 സ്കോർ ചെയ്ത്. സച്ചുന്റെ ലെവല് 100. ഓ കണ്ണടക്കുന്നില്ലേ കാട്ടുമല്ലിപ്പൂവേ, കണ്ണു വച്ചോ പൊന്നെ ഭൂതമാനമല്ലേ, തൊട്ടുതൂവൽ ചെമ്മേ തൊട്ടത്തന്നൽ പിന്നെ തമ്മിൽ തമ്മിൽ തല്ലേ കണ്ണിറക്കി നിന്നെ ഉലകം വെച്ച് ഉലകം കെടുത്തിട്ടാ ഒടിഞ്ഞ പൂക്കും വില കുടുക്കൂട്ടുന്ന കിളി നീ സുല്ലേ സ്വപ്നത്തിൻ വരവായെന്നെ കനവെല്ലാം നിജമാകുന്നേ മാനെ കാരാണി മുझे यही अंबर पर मेरे സ്വപ്നത്തിൻ വരവായെന്നെ കനവെല്ലാം നിജമാകുന്നേ മാനെ കാരാണി മുझे പടക്കു പടക്കു പുത്തു പുത്തു കൊണ്ട് റാണി പ്രജകൾ നിരന്നവരാണ് ആയുധം നിന്റെ റാണി പുരികമില്ല അല്ലേ പഠിച്ച ലോക്ക് കണ്ട അമ്പോ നീ പോളിയല്ലേ അറിവുള്ള പറയില്ല ഇത് കേട്ടിട്ട് ഒരു വട്ടം പട്ടവെട്ടം തോന്നില്ല ചിതലെഴുതി പടകളൊരുക്കി പരകളെല്ലാം നോക്കുന്നേ തരമിൽ വാണിക്ക് നീ തേനി ചെക്കി നോക്കിക്കോ അമ്പർ पर मेरे സ്വപ്നത്തിൻ വരവായെന്നെ കനവെല്ലാം നിജമാകുന്നേ മാനെ കാരാണി മുझे यही अंबर पर मेरे സ്വപ്നത്തിൻ വരവായെന്നെ കനവെല്ലാം നിജമാകുന്നേ മാനെ കാരാണി മുझे
ഒന്നും ചെയ്യില്ല. എന്റെ അച്ഛന് അത്ര ശക്തി ഇല്ല. അച്ഛൻ മതി മതി എനിക്ക് പേടി. അച്ഛൻ എനിക്ക് തൊടുന്ന ഇഷ്ടമല്ല. എടാ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടിയില്ല? ഈ പബ്ലിക് സ്ഥലത്താണ് നിങ്ങള് ഈ കുറുമ്പ്? എടാ ഗൈസ് പ്ലീസ് get a room guys get a room പറയടാ. എടാ ഇതെന്താണ് മാജിക്? എന്താണ് ഗ്രീൻ ടോപ്പിയ. നമ്മുടെ ഡേ 3 ആണ് ഇന്ന് ട്രിവാൻഡ്രത്ത്. നമ്മളുടെ നാരുമാൻ, അതായത് നമ്മൾ സബുമാൻ മുന്നിലിരുന്ന് വണ്ടി ഓടിക്കുന്നുണ്ട് അല്ലേ? അല്ല അങ്ങനെയൊക്കെ ഒരു കിച്ച് ഒക്കെ. നമുക്കിവിടെ മേലിരിക്കാൻ സ്ഥലമില്ല. അപ്പൊ ഇവര് നമുക്ക് ടേബിളൊക്കെ റെഡിയാക്കി തന്നെ സെറ്റ് ചെയ്യാൻ. നല്ല ഫുഡാണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. തോന്നണ്ടോ? നോക്കാം. മേളിൽ ഓപ്പൺ അല്ല, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ വിശാലമായിട്ട് ഇരിക്കാന്ന്. പക്ഷെ ഇവര് താഴത്ത് നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. നമ്മളെ ട്രിവാൻഡ്രം സദ്യ എന്ന് പറഞ്ഞ് പറ്റിച്ച് നമ്മളെ ആദ്യം വഞ്ചിച്ച് കൊളാക്കി വെച്ച് നമ്മൾ എന്നിട്ട് ഇപ്പൊ തമിഴ്നാട് സദ്യയാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. അവനിത് കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കേട്ടോ. ബോളി പായസം കഴിക്കാൻ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയിട്ട് അവർ തമിഴ്നാട് ബോളി പായസം തരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. തമിഴ്നാട് ബോളി ഇല്ലാത്ത ഭാഗ്യം. തമിഴ്നാട് ബോളി ആക്കോടാ നീ? തമിഴ്നാട് ബോളി തരൂലല്ലോ നീ? എടാ തമിഴ്നാട്ടിൽ അതിന് പേരുണ്ട്, ഇത് മറന്നുപോയില്ല. അതാണ് ഉണ്ടാക്കി വെച്ചത്. നീ ഉണ്ടാക്കിയാ? നീ പിന്നെ അല്ലാതെ സാബുമാവാ രാത്രി പണി ആയിരുന്നില്ലേ ഇത് ചെയ്യാന്. എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അവൻ എന്താണ് അവന്റെ വാഗ്ദാനങ്ങൾ അവൻ പാലിക്കുമല്ലോ നമുക്ക് കണ്ടറിയാം. ഇനി അവൻ ചതിക്കുമോ എന്ന് നമുക്ക് നോക്കാണ്ട് നമുക്ക് കണ്ണീര് തുടയ്ക്കാൻ. നമ്മള് ഇവിടെ ട്രിവാൻഡ്രം സ്പെഷ്യൽ ആയിട്ടുള്ള ബോളി ആൻഡ് പായസം. ഇതെന്ത് പായസം? ഓക്കെ, പാലട പായസം. പാലട പായസം. അപ്പൊ അടപ്രഥമനും പാൽ പായസവും സെയിം ആണ്. ഇത് അടയല്ലേ? അല്ലേ? നോക്ക്. ഓ ഓക്കെ. ഇതൊക്കെ ഒഴിക്കില്ല. മിക്സ് ചെയ്യണ്ട. ഇന്ന് നമ്മുടെ സ്റ്റാൻലി അങ്കിളുടെ ബർത്ത്ഡേ ആണ്. എല്ലാരും വിഷ് ചെയ്യൂ. അങ്കിൾ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അതിന്റെ ചെറിയൊരു സെലിബ്രേഷൻ. പേസ്ട്രി എല്ലാം കേക്കാണ്, നേരിട്ട് കഴിക്കാം. കട്ട് ചെയ്തോ ചേർന്ന് കട്ട് ചെയ്യാം. ഹാപ്പി 66th. ശരിക്കും മൂന്ന് കേക്ക് കട്ട് ചെയ്യണം. വീട്ടിൽ ഓഫീസിൽ ഒന്ന് കണ്ടുകൂടാ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒന്ന് നമുക്ക് ക്യാൻഡിൽ കത്തിക്കാം. ഞാനത് ആലോചിച്ചു. എല്ലാത്തിനും അതിൻ്റെതായ ഞാൻ ഇപ്പൊ കഴിച്ചു. മറ്റേ കൊച്ചു നീ കോടി എത്തുന്നു.
ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തൊന്നുമില്ല, അല്ലെ എന്തായാലും ഇത് കഴിച്ചാലേ പറ്റുള്ളൂ. പക്ഷെ കുറച്ചേ എടുത്തോളൂ. പക്ഷെ നല്ല കേക്ക്. ഗൈസ്, അപ്പം നമ്മൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് ആകെ ടയേർഡായി. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ടയേർഡ്നെസ് കേട്ടോ. സീ ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ആൻഡ് ഇവളത് അവിടെ കിടക്കുന്നുണ്ട് പോത്ത് പോലെ, കിടന്നുറങ്ങുക തന്നെ, അല്ലാണ്ട് വേറെ എന്ത്. അതൊക്കെ പരിപാടി. ഇനിയിപ്പം നാളെ എണീച്ചിട്ട് 12 സംതിങ്ങിനാണ് നമ്മളെ ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു 11 സംതിങ്ങിന് ഇറങ്ങണം. കാരണം ബ്ലോക്കൊക്കെ ഉണ്ടാവും. അപ്പം നേരത്തെ അവിടെ എത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ട്രെയിൻ മിസ്സാവും, അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ എത്തിയിട്ട് ട്രെയിൻ ലേറ്റ് ആവും. അങ്ങനെ ആയിരിക്കും, എന്തെങ്കിലും ഒരു അവസ്ഥകളായിരിക്കും ആസ് യൂഷ്വൽ ദ തിങ്. അപ്പോൾ യാ, ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ്. ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. എല്ലാ ലൈക്ക് ഡേ 1, ഡേ 2, ഡേ 3 ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിക്കെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കോമെൻറ്റ് സെക്ഷനിൽ കോമെൻറ്റ്സ് ഒക്കെ അറിയിക്കുക. ഓക്കെ, നെക്സ്റ്റ് വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.